വണ്ടി ഡൽഹിക്ക് എത്തണമെങ്കിൽ 78,000-80,000 രൂപ ചെലവാണ്. ഇവിടുന്ന് മൂത്രമൊഴിച്ചാലൊന്നും ഞങ്ങളുടെ ഓടിയെത്തൂല. ഇത് അടിക്കുന്നത് ഞങ്ങൾ പലിശക്ക് എടുത്തിട്ടും കടം വാങ്ങിയിട്ടും അഡ്വാൻസ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് വാക്ക് തരണം. അന്യ സംസ്ഥാനത്ത് പോയാൽ നിങ്ങൾക്ക് എന്തായാലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിന്ന് ഈ സംസ്ഥാന സർക്കാർ ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. എല്ലാവർക്കും ഇത്തരം അനുഭവങ്ങൾ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പൈസ അവിടേക്ക് കയറി കഴിഞ്ഞാൽ പൈസ അല്ലാണ്ട് വേറൊരു മാർഗവും അവിടെ ഇല്ല. എപ്പോഴും ഇതായിട്ടുള്ള ഹൈവേയിലൊക്കെ ആണെങ്കിൽ പോലീസ് ഈ പൈസ പിരിക്കുന്ന ഒരു പരിപാടി മാത്രമേ അവിടെ നടത്താറുള്ളൂ. അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ലോറി ഉടമകൾ കോഴിക്കോട് കളക്ടറേറ്റ് മുമ്പിൽ പ്രതിഷേധിക്കുകയാണ്. അവർ കുറെ കാലങ്ങളായി നിരന്തരം നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഞാനും സാധാരണക്കാരനായ ലോറി ഡ്രൈവറാണ്, മരം വണ്ടിയിൽ പോകുന്ന ആളാണ്. നമ്മളെ പാവപ്പെട്ടൊരു കൂടപ്പറപ്പിനെ കാണാതായിട്ട് ഇന്നേക്ക് 9 നാളായി. ഇതുവരെ കണ്ടെത്താൻ കർണാടക സർക്കാരോ അല്ലെ അതിൻ്റെ സംവിധാനങ്ങളോ, ഇന്ത്യ രാജ്യത്ത് ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഒരു 10 ദിവസം പോലും ഒരു 9 ദിവസം പോലും ആയിട്ട് ഒരു സഹോദരനെ കൂടപ്പറപ്പിനെ കാണാൻ കഴിഞ്ഞില്ല. പറയുന്നത് സാധ്യമായ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. നമ്മളിവിടുന്ന് നമ്മളെ സ്ഥലങ്ങളിൽ നിന്ന് കുരാച്ചുണ്ട്, ബാലുശ്ശേരി, ഒട്ടനവധി സ്ഥലങ്ങളിൽ സന്നദ്ധ സേവന പ്രവർത്തകർ നമ്മളെ കൂടപ്പറപ്പിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവരെയൊക്കെ അങ്ങോട്ട് കയറ്റിവിടാതെ കവളപ്പാറയും കൂട്ടിക്കലും കരിഞ്ചോലമലയും എല്ലാ സ്ഥലങ്ങളിലും അത്രയും ജീവൻ പോലും പണയപ്പെടുത്തി സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയ ആളുകൾ അവിടെ എത്തിയിട്ടും അവരെ ആരെയും അങ്ങോട്ട് കടത്തിവിടാനോ അതിനൊന്നും അവിടെ പോലീസ്. ലോറി ഡ്രൈവർ, ഞാൻ ലോറി ഡ്രൈവറാണ്. ഈ കർണാടകയിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ പോലീസിന് എന്ന് പറഞ്ഞാൽ വാഹന ലോറി തൊഴിലാളികൾ എങ്ങനെ ക്രൂശിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം അവരുള്ളൂ. അർജുന് അങ്ങനെ അധിക വണ്ടിക്കാരും ലോറിക്കാരും എല്ലാവരും ഞങ്ങളെപ്പോലെ എല്ലാ തൊഴിലാളികളും അവർ പോയാലും എങ്ങനെയാണ് നമ്മളെ കീശയിലുള്ള പണം എങ്ങനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു മാത്രമേ ഉള്ളൂ. ഒരു സംരക്ഷണവും ഇല്ല. കേരളത്തിലുള്ള ഒരു സംരക്ഷണവും ആ സ്ഥലങ്ങളിലില്ല. നമ്മളെ അർജുനെ കണ്ടെത്തും വരെ സമരം ചെയ്യാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ്. പോലീസിനും അവിടുത്തെ സംവിധാനങ്ങൾക്കും ഇത്തരം വിഷയങ്ങളിൽ ഒരു അലംഭാവ മനോഭാവമാണ് സാധാരണ ഉണ്ടാകുന്നത്. ഈ കാര്യത്തിൽ അതുണ്ടായി. പക്ഷേ ഇവിടെ നിന്നുള്ള ശക്തമായ സമ്മർദ്ദം വന്നേ പിന്നെയാണ് അതിന് മാറ്റം ഉണ്ടായത്. അങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ? മീൻസ് അല്ല, പോലീസിന്റെ ഭാഗത്ത് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഈ ലോറിയായിട്ട് പുറമേക്ക് പോകുന്ന എല്ലാവർക്കും ഇത്തരം അനുഭവങ്ങൾ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പൈസ അവിടേക്ക് കയറി കഴിഞ്ഞാൽ പൈസ അല്ലാണ്ട് വേറൊരു മാർഗവും അവിടെ ഇല്ല. എപ്പോഴും ഇതായിട്ടുള്ള ഹൈവേയിലൊക്കെ ആണെങ്കിൽ പോലീസ് ഈ പൈസ പിരിക്കുന്ന ഒരു പരിപാടി മാത്രമേ അവിടെ നടത്താറുള്ളൂ. അത്തരം ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ തുടക്കത്തിൽ സംഭവിച്ചത്. അതെ അതെ, GPS പോലുള്ള ഉപകരണങ്ങൾ 8,000 രൂപ കൊടുത്തിട്ട് ഓരോ ലോറിയിലും ഈ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ കണ്ടെത്താനുള്ളൊരു സർക്കാരിന് അവിടെ നടത്തിയിട്ടില്ല. കർണാടക സർക്കാരിൻ്റെ അലംഭാവം തന്നെയാണ്. ഞങ്ങളെ കൂടപ്പുറപ്പ് അവിടെ മണ്ണിനടിയിൽ കിടക്കുന്ന അതിൻ്റെ ആരും ഒരു ഇത് വ്യക്തമായതില്ല. അവിടെ പോയ ആളുകൾ നമ്മളെ കൂടപ്പുറപ്പുകളൊക്കെ അവിടെ പോയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് ലോറി ഓണർ ഇതിൻ്റെ ഈ അപകടം ഇത്തരം അനുഭവങ്ങൾ പുറം ലോകത്ത് അറിയിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. നേരത്തെ തന്നെ ഇത്തരം അനുഭവങ്ങൾ ഇതേപോലെ സംഭവങ്ങളില്ലെങ്കിലും കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ അനുഭവങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകുന്ന അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്, വണ്ടി തട്ടി ഒരാൾ മരിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് പെട്ടിട്ടുണ്ട്. ഒരു വണ്ടി ഇറങ്ങി വരണമെങ്കിൽ 1 ലക്ഷം രൂപ തൊട്ടിട്ട് 2 ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ അവിടെ റേറ്റ് വാങ്ങുന്നത്. അത്രയും ചിലവാക്കിയിട്ടാണ് ഒരു ഓണർക്ക് അവിടുന്ന് വണ്ടി ഈ ഇൻഷുറും എല്ലാം ഉള്ള വണ്ടിയാണെങ്കിലും ഇറക്കിക്കൊണ്ട് വരാൻ കഴിയും. പൈസ അതൊക്കെ അവിടെ ഏജന്റുമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും അവിടെ നിന്ന് ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ സംഭവമാണ്. അവിടെ പൈസ അല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. പിന്നെ അവിടെ നമ്മളോടൊക്കെ കാണിക്കുന്ന അവഗണന അത്രയും വലുതുമാണ്. രാത്രി കള്ളന്മാരുടെ ശല്യം ഒരു വശത്ത്, പോലീസുകാർ ഹൈവേ കൂടെ കൈകാട്ടി പൈസ വാങ്ങുന്നവർ ആളുകളാന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങനത്തെ കൂടുതൽ അങ്ങനത്തെ മനോഭാവം. എങ്ങനെ മലയാളികളോട് അങ്ങനെ പ്രത്യേകിച്ച് മലയാളികളെന്നല്ല അവര് പറയുമ്പോൾ തന്നെ അതാണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിൽ നിന്ന് സംസ്ഥാനത്ത് നിന്ന് പോകുന്ന 3 ലോഡ് മാത്രമാണ് ഇവിടുന്ന് പോകുന്നത്. നമ്മളെ കേരളത്തിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനമല്ല. മെയിനായിട്ട് പോകുന്നത് പ്ലൈവുഡാണ്. അത് അണ്ണം വണ്ടി കേരള വണ്ടികളൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അതിന് വലിയ മാമൂലിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് പോകുന്നത് നമ്മളെ കൃഷിക്കാർ, അതായത് വാഴക്കുളത്ത് നിന്ന് പൈനാപ്പിളാണ് ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് കയറ്റുമതി വിടുന്ന ഒരു സാധനം പൈനാപ്പിളാണ്. ഈ സാധനം ഞങ്ങൾക്ക് 60 മണിക്കൂർ, 55 മണിക്കൂർ, 48 മണിക്കൂറിലാണ് ഞങ്ങൾക്ക് ടൈമിങ്ങിലാണ് ഞങ്ങളെ വാടക. അപ്പോൾ ഇത് കേരള വണ്ടിയിൽ മാത്രമാണ് ഈ സാധനം കയറ്റുള്ളൂ. കാരണം മറ്റുള്ള സംസ്ഥാന വണ്ടികളിൽ കയറ്റിക്കഴിഞ്ഞാൽ ഈ ലോഡ് മിസ്സാവാനും ടൈം തെറ്റിപ്പോയാലും അവർക്കത് വിഷയമില്ല. അവിടുന്ന് തല്ലുമ്പാക്കാനും അവരുടെ സ്റ്റേറ്റ് ആകുമ്പോൾ അവർക്ക് തല്ലുമ്പാക്കാനും കൂടി കാശ് മേടിക്കാൻ പറ്റും. ഞങ്ങൾക്കത് പറ്റില്ല. അപ്പോൾ പോലീസുകാർ ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ട് RTOയും പോലീസും ഈ കേരള വണ്ടി കണ്ടു കഴിഞ്ഞാൽ ആദ്യം തടുക്കും. ഇനി അവർ തടുത്തിട്ടില്ലെങ്കിൽ ബൈക്കിൽ വന്നിട്ട് തടുക്കുകയാണ്. കാരണം ഞങ്ങൾക്കൊരു മണിക്കൂർ തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന 1,10,000 1,20,000 വാടകയ്ക്കാണ് പോകുന്നത്. 50 മണിക്കൂർ 60 മണിക്കൂറിൽ ഞങ്ങൾ ജയ്പൂർ ഡൽഹി എത്തുമ്പോൾ 1 മണിക്കൂർ ഡിലേ വന്ന 5,500 രൂപ വെച്ചിട്ട് ഞങ്ങളെ കട്ട് ചെയ്യും. അതെൻ്റെ കൂലിക്കാശെന്നാണ് പോകുന്നത്.
ഞങ്ങളിത് നിരപരാധികളാണ് ഞങ്ങൾ. ഇത് മുതലാളിക്ക് അറിയേണ്ട ആവശ്യമല്ല, ഇത് കയറ്റിവിടുന്ന ബ്രോക്കർമാർക്ക് അറിയേണ്ട ആവശ്യമല്ല, ഇത് എടുക്കുന്ന ആ കടക്കാർക്ക് ഇത് അറിയേണ്ട ആവശ്യമില്ല. ഉസ്ക ചായ പൈസ കട്ട് കറോ, വാടക 5,000 കട്ട് കറോ, ഇങ്ങനെ 1-2 റുപ്യല്ല, 30,000-40,000 റുപ്യ. ഒരു വണ്ടി ഡൽഹിക്ക് എത്തണമെങ്കിൽ 78,000-80,000 റുപ്യ ചിലവാണ്. ഇവിടുന്ന് മൂത്രമൊഴിച്ചാലൊന്നും ഞങ്ങളുടെ ഓടിയെത്തൂല. ഇത് അടിക്കുന്നത് ഞങ്ങൾ പലിശക്ക് എടുത്തിട്ടും കടം വാങ്ങിയിട്ടും അഡ്വാൻസ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഇപ്പോൾ വലിയ തോതിൽ മലയാളി ഡ്രൈവർമാരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഈ കേരളം വണ്ടി കാണുമ്പോൾ ചൂഷണം വേറെ ഏത് വണ്ടികൾക്കും ഇല്ല. കേരളം അതിന് കാരണം ഇതാണ്. കാരണം പൈനാപ്പിൾ മാർക്കറ്റ് ലോണാണ്. ഈ സാധനം പറഞ്ഞ ടൈമിൽ എത്തിയിട്ടില്ല, വണ്ടിയിലിരുന്ന് ഡാമേജ്, പ്ലസ് അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമ്മ് വരുമ്പോൾ കർഷകരുടെ നഷ്ടം. ഈ ഒരു മനോഭാവം തന്നെയായിരിക്കും അർജുന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അതെ തീർച്ചയായിട്ടും അതെ. അർജുന മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകൻ കളമശ്ശേരി അപ്പോളോ സിഗ്നലിൻ്റെ അവിടെ 2020 മണ്ണിടിഞ്ഞിട്ട് ബാത്റൂമിൽ ഇരിക്കുമ്പോൾ മണ്ണിരുന്നിട്ട് മരണപ്പെട്ടിട്ടും നമ്മളുടെ സംസ്ഥാനവും ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളായാലും ഞങ്ങൾ ലോറി ഡ്രൈവർമാരെ കാണുക എന്ന് പറഞ്ഞ പുച്ഛമാണ്, പുച്ഛം. ആ പുച്ഛം ഇനി ഞങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റില്ല. അർജുനെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട നേതാക്കന്മാരെല്ലാവരും പാടെ കൂടിയിട്ട് കേരളത്തിൽ നിന്ന് ഒരു ലോറി അങ്ങോട്ടും പോകില്ല, കേരളത്തിൽ നിന്ന് ഒരു ലോറി ഇങ്ങോട്ടും വരില്ല. കാരണം സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് വാക്ക് തരണം, അന്യ സംസ്ഥാനത്ത് പോയാൽ നിങ്ങൾക്ക് എന്തായാലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിന്ന് ഈ സംസ്ഥാന സർക്കാർ ഉത്തരം പറഞ്ഞാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹമൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കാര്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ GPS സംവിധാനം 100% പരാജയമാണ്. വലിയ കൊട്ടിഘോഷിച്ച് ഇന്ത്യ ഗവൺമെൻറ് ആ നിയമം കൊണ്ടുവരികയും കേരള ഗവൺമെൻറ് ആദ്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്ത് ഈ കേരള സംസ്ഥാനത്തിൽ മാത്രമേ അത് നടപ്പിലാക്കിയിട്ടുള്ളൂ. പക്ഷേ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പ്യ കേരള ഗവൺമെൻറ്റിന് എല്ലാ നിലക്കും GPS എന്ന പേരിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉപയോഗം ഒരാൾക്കും കിട്ടുന്നില്ല. ഈ വണ്ടി എവിടെ പോയി? ഇത് മുട്ടുസൂചിയ വണ്ടിൻ്റെ മുകളിലുണ്ട്, കമ്പനി കൊടുത്തതുണ്ട്, അല്ലാത്തതുണ്ട് GPS. എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല? അതാണ് ഏറ്റവും വലിയൊരു പരാജയം. പിന്നെ GPS എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുക? ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് എന്താന്ന് വെച്ചാൽ വണ്ടി FCക്ക് പോകുന്ന സമയത്ത് MVD നോക്കിയാൽ വണ്ടി ഏരിയത്ത് കാണണം, എന്നാലൊക്കെ പൂർത്തിയായി. ഞങ്ങളോട് പറഞ്ഞ് പാനിക് ബട്ടണിൽ അടിച്ചാൽ ഇന്ത്യ മുഴുവനും എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കിട്ടും. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരട്ടെ. ഞങ്ങളോട് 3,500 ഉറുപ്പ്യ പിന്നെ അത് റീചാർജ് ചെയ്യാൻ വാങ്ങുന്നുണ്ട് വർഷത്തിൽ. റീചാർജ് ചെയ്യാൻ പറ്റാതെ പോയാൽ വീണ്ടും പുതിയ വെക്കണം. 10,000 ഉറുപ്പ്യാണ് അതിൻ്റെ വില. ഇതെന്തിനു വേണ്ടി? ഏത് കുത്തകനെ സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നത്? ഈ നിയമം കൊണ്ട് ഞങ്ങൾ ഒരു കാര്യവുമില്ല. GPS ഒഴിവാക്കി തരണം. എന്തിനാ GPS? അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ GPS-ൻ്റെ ഒരു തട്ടിപ്പാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇക്കൊല്ലം ഒരു GPS കമ്പനി ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വന്നതിന് ആ കമ്പനി ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും 8,000 ഉറുപ്പ്യ പുതിയ കമ്പനിക്ക് ചിലവാക്കണം. നേരെ മറിച്ച് ഈ കമ്പനി ഇവിടെ നിലവിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2,000 ഉറുപ്പ്യ എക്സ്പെൻസ് വരുന്നുള്ളൂ. പിന്നെ SOS എന്ന് പറയുന്ന ബട്ടൺ ഇന്ന് KSRTC ബസ്സിലും സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ വാഹനങ്ങളിലും ഉണ്ട്. SOS ഞെക്കിയിട്ട് ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ ഒരു പോലീസോ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളത് തെളിയിക്കുക. ഇത് അന്യ സംസ്ഥാനത്തൊന്നും ഇത് ബാധകമല്ല. അതുകൊണ്ട് മലയാളി ട്രക്ക് ഡ്രൈവർമാരുടെ സുരക്ഷ വലിയൊരു പ്രശ്നം തന്നെയാണ്. കർണാടക പോലീസ് അല്ലെങ്കിൽ കേരളം വിട്ടുകഴിഞ്ഞാൽ പണം വാങ്ങാനുള്ള ഒരു ഉപാധിയായാണ് മലയാളി ഡ്രൈവർമാരെയും ലോറിയും ഒക്കെ കാണുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ ഇരയാണ് അർജുൻ എന്നും ഇവർ നമ്മോട് പങ്കുവെക്കുന്നുണ്ട്. ഷിജി നരിപ്പറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.